ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ നല്ലൊരു കണിയോടുകൂടി തന്നെ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ആരംഭിക്കാം കേട്ടോ. മൂകാംബികയിൽ 5 മണിക്ക് നമ്മൾ തൊഴാൻ വന്നപ്പോൾ കണ്ടത് ആ കണിയാണ്. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അമ്മയും കുഞ്ഞും ഇരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിന്. നല്ലൊരു കണിയാണല്ലോ, ഇവർ നട തുറക്കുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കണി കണ്ടതിന് ശേഷം തൊഴുത് വന്ന ശേഷം നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട്, അതായത് നിലവിളക്ക് സമർപ്പിക്കുകയാണ്, ഭഗവതിക്ക് കൊളുത്തി സമർപ്പിക്കുകയാണ്. അപ്പം ആ ചടങ്ങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് അത്രയും പ്രാർത്ഥനയോട് കൂടിയിട്ടായിരുന്നു നമ്മളിപ്പം അവിടെ നമ്മൾ 2 ദിവസമാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നമുക്കൊരു ഒരുപാട് വർഷത്തെ അനുഗ്രഹം എന്ന് തന്നെ പറയാം, ഒരുപാട് വർഷത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിച്ചതും അവിടെ തൊഴാൻ സാധിച്ചതും. വിളക്ക് കൊളുത്തി വെച്ച് അതുപോലെ അവിടുത്തെ ദീപാലങ്കാരം ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പോരാനായിട്ട് സാധിച്ചതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അത്രയും പ്രാർത്ഥനയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. മൂകാംബിക, എല്ലാവരും മൂകാംബികയിൽ പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ ദേവിയെ തൊഴുതു, ദേവിയുടെ അവിടെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവും, നമുക്ക് പോകാൻ പറ്റും, നമ്മൾ ആരാണ് കൊണ്ടുപോവുക എന്നൊക്കെ ഉള്ളത്. വിവാഹം കഴിഞ്ഞതാ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇപ്പം മൂകാംബികയിലേക്കൊന്ന് പോകാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ തിരക്കായിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിയടിക്കുക എന്നുള്ളത്, മണിയടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ആചാരമില്ല, പുരുഷന്മാർ മാത്രമാണ്, അതും തിരുമേനിമാർ മാത്രമേ മണിയടിച്ച് പ്രാർത്ഥിക്കാൻ പാടൂ എന്നുള്ളൊരു നിയമം തന്നെയുണ്ടല്ലോ. തിരുമേനിമാർ മാത്രമേ ആ മണികൾ തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങൾ തൊടാൻ പാടുള്ളൂ, ബാക്കിയുള്ളവരെ ആരും തൊടാൻ പോലും പാടില്ല. അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങളേ ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകണം. അവിടെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു അമ്പലത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അവിടെ തിരുമേനിമാർ മാത്രം തിരുമേനിമാരെ തൊടാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളാണല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് മണിയടിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും ജപവും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. നമുക്ക് അവിടെ തന്നെ ഹോട്ടലിൽ തന്നെയുണ്ട് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ദോശയും അതൊക്കെ സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കേരള ഹോട്ടലായിരുന്നു. അപ്പോൾ ജ്യോതിസ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തായിരുന്നു. ഒരു 2-3 മിനിറ്റ്സ്, അതായത് ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിയാൽ മൂകാംബിക ക്ഷേത്രം കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും നമുക്ക് അടുത്താണ് നമ്മൾ ഇവിടെ മൂകാംബികയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചതിന് ശേഷം അലോക് എന്നാണ് മാനേജറാണ് കേട്ടോ, ഹോട്ടലിൻ്റെ മാനേജറാണ് അലോക്. അപ്പോൾ അങ്ങനെ ആ ഹോട്ടലിൻ്റെ ഫുഡ് കഴിക്കുന്നിടത്തു നിന്ന് ഇറങ്ങിയതാണ്. ആ ഹോട്ടല് വലിയ ഹോട്ടലാണ്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് റൂമിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതാണ് ജ്യോതിസ് റെസിഡൻസി, ജ്യോതിസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം നല്ല ഹോട്ടലാണ്, നല്ല സർവീസ് ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അവിടെ താമസിക്കാനും സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ചെന്നത് ഉടുപ്പിയിലാണ്. ഇനി ഉടുപ്പി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മതാചാര്യര് ശ്രീകൃഷ്ണ ക്ഷേത്രം കടലിൽ നിന്ന് കണ്ടെടുത്ത ബാലകൃഷ്ണ വിഗ്രഹവും അതുപോലെ ഭക്തനായ കനകദാസ് ദർശനം നൽകിയ കനകന കിണ്ടി, അത് ജാലകം ഐതിഹ്യത്തിനും പ്രശസ്തമാണെന്ന് പറയുന്നത് കേട്ടോ. ക്ഷേത്രത്തിന് പുറകിൽ ഇരുന്ന് പ്രാർത്ഥിച്ച കനകദാസിന് വേണ്ടിയിട്ട് കൃഷ്ണ വിഗ്രഹം തിരഞ്ഞിരുന്നെന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഉടുപ്പി ചെന്നിട്ട് ഞാൻ ക്യൂവിൽ നിൽക്കുന്ന നേരത്ത് നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നു. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പോയി, പിന്നെ അതിനുശേഷം ഏട്ടൻ വന്നു കഴിക്കാനായിട്ടത്. അതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഇഡ്ഡലിയും പിന്നെ അതുപോലെ
പിസ്ത മിൽക്കാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ മതാചാര്യ കടലിൽ നിന്ന് മുങ്ങിയ ഒരു കപ്പലിൽ നിന്നാണ് ചന്ദനത്തിൽ പൊതിഞ്ഞ നിലയിൽ ബാലകൃഷ്ണ വിഗ്രഹം കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു കേട്ടോ. പിന്നെ നവഗ്രഹത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. അതായത് പരമ്പരാഗത രീതിയിലല്ല കേട്ടോ ഇവിടെ ദർശനം. മുകളിൽ പറഞ്ഞ പോലെ കനകനകിണ്ടിയിലൂടെ അല്ലെങ്കിൽ 9 ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന 9 ദ്വാരങ്ങളുള്ള നവഗ്രഹ കിറ്റിക്കയിലൂടെയാണ് ഭക്തർക്ക് ഇവിടെ വിഗ്രഹം ദർശിക്കുന്നത്. ഉടുപ്പി ക്ഷേത്രത്തിന്റെ പ്രധാന നിർമ്മിതികളൊക്കെ നമ്മൾക്ക് കരിങ്കല്ലാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. പിന്നെ നവീകരണ പ്രവർത്തനങ്ങളിൽ കോൺക്രീറ്റ് നിർമ്മിതികളൊക്കെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ ഫ്രണ്ടില് നമുക്കതൊക്കെ കാണാനൊക്കെ വിശാലമായി കുളമുണ്ട്. അതിൽ കുറെ ശില്പങ്ങളും അതൊക്കെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ക്യൂല് നട്ടപ്പറ വെയിലത്ത് ക്യൂ നിൽക്കുന്ന ഒരു ഇതാണ്. ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാൻ ക്യൂവിൽ നിൽക്കുന്നതാണ്. അതായത് ഒരു ഭക്തിന് വേണ്ടിയിട്ട് പിന്നിലേക്ക് തിരിഞ്ഞ കണ്ണൻ. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണന് ഒരു പ്രത്യേക കഥയുണ്ട്. അതായത് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രതിഷ്ഠ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. കയ്യില് തൈര് കലക്കുന്ന മത്ത് കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി. ഒരു പട്ടുകോണകം പോലും ഇല്ലാത്ര. യശോദ അണിയിച്ചിട്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുമുണ്ട്. ശ്രീകോവിലിന്റെ പിന്നിലെ കിളിവാതിലൂടെ അലങ്കാരങ്ങളാൽ വിടർന്ന കണ്ണുകളോട് നിൽക്കുന്ന കരിങ്കറുപ്പനായ കൃഷ്ണനെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. എന്തിനാണ് കണ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതെന്ന് ഭക്തർക്ക് പലർക്കും അറിയോ നമ്മള് ഭക്തർക്ക് എനിക്കറിയില്ലായിരുന്നു. അതായത് പറഞ്ഞു കേട്ടതെന്ന് വെച്ചാല് ഭക്തിയുടെ മഹത്വം, കണ്ണന്റെ ഭക്തവാത്സല്യവും മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതെന്നുവെച്ചാല് ഒരു ബ്രാഹ്മണനല്ലാത്ത ഒരാള് കനകദാസ്, അതൊരു തികഞ്ഞ കൃഷ്ണഭക്തനായിരുന്നു അത്രേ. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്നുണ്ട്. പക്ഷെ ആഗ്രഹം മനസ്സിലും അത് അയിത്തം ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കാനായിട്ട് ആരും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ കൃഷ്ണഭക്തനായ കനകദാസര് ഒരു ദിവസം ക്ഷേത്രത്തിന്റെ പിറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട് കീർത്തനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിന് കണ്ണനെ കാണാനുള്ള കൊതി നമുക്കിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിക്കൊണ്ടു വന്നു. ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന സങ്കടത്തോട് പാടി കൃഷ്ണ നീ വേഗനെ ബാരോ മുഖവനി തോരോ എന്ന്. അതായത് നമ്മള് പറയാണ് കൃഷ്ണ നീ വേഗം വരൂ, ആ തിരുമുഖം ഒന്ന് കാണിക്കൂ എന്ന് പാടിക്കൊണ്ടിരുന്നു. പിന്നീട് വരികൾ ഇങ്ങനെ കാലിൽ പാദസരമിട്ട് അങ്ങനെ കുറെ രീതിയിൽ ഭക്തിയോടുകൂടി അദ്ദേഹം പാടി. അപ്പം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞുവായ്ക്കുള്ളിൽ സർവ്വപ്രപഞ്ചവും കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ പറയണം, വായോ എൻ്റെ അടുക്കിലേക്ക് വായോ, ഈ ജഗത്തിനെ ഉദ്ധരിക്കുന്ന നിനക്ക് എൻ്റെ മുന്നിലൊന്ന് വരാൻ എന്താണ് ഇത്ര പ്രയാസം എന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ട് പാട്ടുപാടി ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ണൻ പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു. ഭക്തൻ അതായത് കരഞ്ഞ് ഹൃദയം പൊട്ടുന്ന ഒരു ഇത് കേട്ടിട്ട് കൃഷ്ണനൊന്ന് പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത്രേ. തൻ്റെ കയ്യിലുള്ള മത്തുകൊണ്ട് ചുവരിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി കനകദാസർക്ക് ദർശനം നൽകി എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഇതിലാണ് കേട്ടോ അത് കാണുന്നത്. പിന്നീട് ആ വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വെക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. അതുകൊണ്ട് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഉടുപ്പി കൃഷ്ണൻ ഭക്തവാത്സല്യത്തിന്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. അത് നമുക്ക് അത്രയൊരു ചെറിയ ചെറിയ ദ്വാരങ്ങൾ അതിട്ടിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ കാണാത്തവര് അത് കാണുമ്പോൾ ഒക്കെ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത്രയും ഉണ്ണിക്കണ്ണനെ നമ്മൾ കാണാന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് മനസ്സിൽ ഇങ്ങനെ തൊട്ടറിയാം നമുക്ക്. ഇത് ഇവിടെ കണ്ടില്ലേ, ഈ കുളമൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ ക്യൂവിൽ നിന്നിട്ട് ഇത്രയും നട്ടപ്പറ വെയിലത്തുനിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്, തണുത്ത കാറ്റായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു ഹൈന്ദവ ആരാധന കേന്ദ്രമാണ് കേട്ടോ ഉടുപ്പി ശ്രീകൃഷ്ണ മഠം എന്ന് പറയുന്നത്. അതായത് ഒരു ആശ്രമാന്തരീക്ഷം, ശരിക്കും പറഞ്ഞാൽ ആശ്രമത്തിലൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന ഒരു പ്രതീതി തന്നെയാണ്. പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഏകദേശം 5000-ലേറെ വർഷമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം, ഇവിടെ നിരവധി ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിന് പ്രധാന നിർമ്മിതികളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരിങ്കല്ലാണ്. പിന്നെ കുളത്തിന് കിഴക്ക് ഭാഗത്തുള്ള വിശാലമായ കുളം, അതിലെ ശില്പങ്ങൾ, അതൊക്കെ ഒരു ഭംഗിയാണ്. ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറാറായിട്ടോ. ശരി, 1.5 മണിക്കൂറാണ് കേട്ടോ നമ്മൾ ഈ ക്യൂവിൽ നിൽക്കേണ്ടി നമുക്ക് വന്നിട്ടുള്ളത്.
കിഴക്ക് ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനമെങ്കിലും കൃഷ്ണ ദർശനത്തിന് തെക്കു ഭാഗത്തുള്ള ഒരു നവഗ്രഹ ദ്വാരമുണ്ട്, കനകധന ദ്വാരവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇത്രയൊക്കെ തിരക്കും കാര്യങ്ങളും, ഇവിടേക്ക് നിറച്ചു മാറാലിയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മാറാല, വൃത്തിയില്ല, അങ്ങനെയൊക്കെ ഒരു വൃത്തിയില്ലായ്മയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തോന്നി, ഇത്രയധികം പൈസയും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇവിടെ അതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. അജിന്ത്യ പ്രസാദ് ഫാമിലി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.